മുനമ്പം ഭൂരക്ഷാ സംരക്ഷണ സമിതിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നത്. ആക്ച്വലി നിയമത്തിന്റെ ചില നൂലാമാലകളിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ്. അവരുടെ ജീവിത സമ്പാദനത്തിന് വേണ്ടി, മുന്നോട്ടുള്ള അവരുടെ ഭാവിക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുമ്പോൾ ഇവിടുത്തെ ജുഡീഷ്യറിയും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളും കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകളും അവരോട് നീതി കാണിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവം. പ്രത്യേകിച്ച് 1954-ലും 95-ലും 2013-ലും വന്ന വഖഫ് നിയമ ഭേദഗതികൾ കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ഇത് മുന്നോട്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി, അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമി, അവർക്ക് പട്ടയം അനുവദിച്ച ഭൂമി അവർക്ക് ക്രയവിക്രയങ്ങൾ ചെയ്യാനോ മുന്നോട്ട് ജീവിക്കാനോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ സാധിക്കാത്ത രീതിയിൽ അവർ സമൂഹത്തിൽ തള്ളപ്പെട്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ക്രൈസ്തവ സഭകളോടുള്ള ഒരു എന്നും ന്യൂനപക്ഷമായ ക്രൈസ്തവ സഭയോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു മനോഭാവമാണ് ഇവിടെയുള്ള മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ദളിത് സംവരണമായിരുന്നാലും പ്രത്യേകിച്ച് തീരദേശത്ത് വസിക്കുന്ന ആൾക്കാരായിരുന്നാലും കുട്ടികളുടെ സ്കോളർഷിപ്പ് ആയിരുന്നാലും പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്നവരുടെ ഉത്തമനമായിരുന്നാലും ഏതിനായിരുന്നാലും ക്രൈസ്തവ സഭകളോട് നീതിപൂർവമായ സമീപനം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വിഘടിച്ചു നിൽക്കുന്ന ക്രൈസ്തവരിൽ തന്നെ വിഘടിച്ചു നിൽക്കുന്ന ഈ വോട്ടല്ലേ ഇതിനുള്ള ഒരു മെയിൻ കാരണമായിട്ട് കരുതേണ്ടത്. അവർക്കറിയാം, പരമ്പരാഗതമായ ക്രൈസ്തവ സഭകൾ ഇവിടുത്തെ രാഷ്ട്രീയ മുഖ്യധാര പാർട്ടികൾക്ക് വോട്ട് നൽകുക എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. പിന്നെ ക്രൈസ്തവർ പൊതുവെ സംഘടിതരല്ല. അതുകൊണ്ട് അതും ഒരു കാരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് നിന്ന് നമ്മൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുതലെടുപ്പ് നടത്തേണ്ട ഒരു അവസരം കഴിഞ്ഞില്ലേ? ഇല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും, അത് കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനമായിരുന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായിരുന്നാലും അവർക്ക് രാഷ്ട്രീയമായ വോട്ട് ബാങ്കാണ് അവരുടെ ലക്ഷ്യം. പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള നീതി സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ ലഭിക്കണം. അത് ക്രൈസ്തവരായാലും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാ ജനത്തിനും തുല്യ നീതി ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ ഭരണഘടനയും അതുപോലെ തന്നെ നമ്മുടെ മറ്റു നിയമങ്ങളും അത് പുനർനിർവചനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യപ്പെടണം. അത് കോടതികളുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് കൈകടത്താനായിട്ട് ഒരിക്കലും ഈ കാര്യങ്ങൾ സാധിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. 22-ാം തീയതി നടക്കുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തില് എന്തെങ്കിലും ഒരു നീതി ഇവർക്ക് ലഭിക്കുമെന്നൊരു തോന്നലുണ്ടോ? അത് ഇപ്പോൾ അതിന്റെ പ്രശ്നം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ ഭാഗങ്ങളും, ഈവൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം തന്നെ അത് മുൻകൈയെടുത്ത് ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാനായിട്ട് അവര് ഇറങ്ങിയിട്ടുണ്ട്. പിതാക്കന്മാരെ ഇന്ന് കാണുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുസ്ലിം വിഭാഗങ്ങളാണെങ്കിലും അവർക്കും അതിനകത്തെ പ്രശ്നം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നിയമത്തിന്റെ കുരുക്കുകളിൽപ്പെട്ട് നമ്മളെല്ലാവരും ഇതായിരിക്കണം. ഇത് നിയമനിർമ്മാണ സഭകള് ശരിയായ വ്യാഖ്യാനം നൽകി, പിന്നെ കഴിഞ്ഞകാല ഗവൺമെന്റുകൾ ഇതൊക്കെ പൂർണ്ണമായ ഒരു സുതാര്യമായ രീതിയിലല്ല നിയമങ്ങൾ പാസ്സാക്കിയത്. അത് കുറച്ചുകൂടെ അതായത് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ദൂരവ്യാപകമായ ഫലം ഇത് ഉളവാക്കുമെന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു.